ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മളൊരു കഥ പറഞ്ഞു. സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചിഹ്നങ്ങള് ഒക്കെയാണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കൂട്ടുകാർ നോക്കിയായിരുന്നോ? അതെല്ലാം നോക്കിയല്ലേ? നല്ല കൂട്ടുകാരാണല്ലോ. അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു കഥയാണ് കേട്ടോ പറയുന്നത്. ആരുടെ കഥയാണെന്നറിയാവോ? ഒരു ബുദ്ധിമാനായ കുരങ്ങച്ചന്റെയും ഒരു മുതലയുടെയും കഥയാണ്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവോ ഇതിനു മുന്നേ? ഒരു അത്തിപ്പഴത്തിന്റെ കഥയാണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെന്നാണോ പറയുന്നേ? എന്നാ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ എന്റെ കൂട്ടുകാർക്ക്? ഇഷ്ടമാണല്ലേ? അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്ക് കഥ തുടങ്ങിയാലോ? പണ്ട് ഒരു കാട്ടിലുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു നദിക്കര ഉണ്ടായിരുന്നു. ആ നദിക്കരയില് ഒരു അത്തിമരം ഉണ്ടായിരുന്നേ. ആ അത്തിമരത്തിലാണ് നമ്മുടെ കുരങ്ങച്ചൻ താമസിച്ചിരുന്നത്. അത്തിമരം നിറയെ അത്തിപ്പഴങ്ങളായിരുന്നു. അപ്പോ കുരങ്ങച്ചൻ എന്നും ആഹാരമായിട്ട് കഴിച്ചിരുന്നത് ഈ അത്തിപ്പഴങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം അത്തിപ്പഴങ്ങള് കഴിച്ച് ആസ്വദിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുതല വരുന്നത്. അതുവഴി നമ്മുടെ നദിയിൽ കൂടെയാണ് മുതല വരുന്നത് കേട്ടോ. അപ്പൊ ഉണ്ടല്ലോ ഈ കുരങ്ങച്ചനെ കണ്ടതും നമ്മുടെ മുതലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയ വന്നു. ഇത്രയും നല്ല മധുരമുള്ള പഴങ്ങൾ എന്നും കഴിക്കാൻ പറ്റുന്ന ഈ കുരങ്ങച്ചൻ ഒരു ഭാഗ്യമുള്ളൊരു കുരങ്ങൻ തന്നെയാണല്ലോ എന്നൊക്കെ നമ്മുടെ മുതല പറയുവാണേ. നല്ല ഭാഗ്യമുള്ളൊരു കുരങ്ങനാണല്ലോ, എല്ലാ ദിവസവും അത്തിപ്പഴങ്ങളൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുതല. അപ്പൊ കുരങ്ങച്ചൻ ചോദിക്കും, എന്താ നിന്നെ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ എവിടെന്നാ വരുന്നത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ മുതല പറയും, ഞാനുണ്ടല്ലോ അപ്പുറത്തെ നദിക്കരയിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. ഞാന് നീന്തി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അത്തിമരം കണ്ടത്. അത്തിമരം കണ്ടിട്ട് എനിക്ക് കൊതി സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനിവിടെ നോക്കി അങ്ങനെ നിന്നതാന്നൊക്കെ നമ്മുടെ മുതല കുരങ്ങച്ചനോട് പറയും. അപ്പൊ കുരങ്ങച്ചൻ അത് കേട്ടപ്പോഴത്തേക്ക് സങ്കടം വരുവേ. നമ്മുടെ കുരങ്ങച്ചനൊരു പാവാണേ. അങ്ങനെ ഉണ്ടല്ലോടാ. കുരങ്ങച്ചൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാന് കുറച്ച് അത്തിപ്പഴങ്ങളൊക്കെ പറിച്ചിട്ട് നമ്മുടെ മുതലേക്ക് തരാന്ന് പറയും കേട്ടോ. ഒരു പൊതി ഇലകളൊക്കെ വെച്ചിട്ട് ഒരു പൊതി ഉണ്ടാക്കും. എന്നിട്ട് അത് നിറയെ പഴുത്ത അത്തിപ്പഴങ്ങളെല്ലാം പറിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കുരങ്ങൻ മുതലേക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ മുതലേക്ക് അത് കിട്ടിയപ്പോഴത്തേക്കും ആദ്യം തന്നെ എടുത്തൊരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുവേ. കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ പറയായിരുന്നു, അയ്യോ ഇത്രയും ടേസ്റ്റുള്ള അത്തിപ്പഴങ്ങളാണോ നീ എല്ലാ ദിവസവും കഴിക്കുന്നത്? നീ ഒരു ഭാഗ്യവാൻ തന്നെ. ഞാന് കുറച്ച് അത്തിപ്പഴങ്ങൾ ശേഖരിച്ചിട്ട് എന്റെ ഭാര്യക്ക് കൂടെ കൊണ്ട് കൊടുക്കാം എന്നൊക്കെ നമ്മുടെ മുതലച്ചാരി പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സൗഹൃദത്തിലാകും. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ മുതല കുരങ്ങച്ചനെ കാണാൻ വേണ്ടിയിട്ട് എന്നും ഈ നദിക്കരയിൽ വരും കേട്ടോ. അപ്പോ നമ്മുടെ മുതല വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഈ കുരങ്ങച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മുതലേ. അവരങ്ങനെ വലിയ ചങ്ങാതികളായി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ പതിവ് പോലെ നമ്മുടെ മുതല വരും കേട്ടോ. മുതല വന്നിട്ടുണ്ടല്ലോടാ പറയും, എന്റെ ഭാര്യ നിനക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്നൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ വീട്ടിലൊരു നല്ല സദ്യ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നീ വരുന്നുണ്ടോ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതലയുണ്ടല്ലോ കുരങ്ങച്ചനെ ക്ഷണിക്കും. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ കുരങ്ങച്ചന് ഭയങ്കര സന്തോഷാവും. എന്നെ ഇതുവരെ ആരും അങ്ങനെ സദ്യക്കൊന്നും ക്ഷണിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ആരുടെയും വീട്ടിലൊന്നും പോയിട്ടില്ല, എനിക്ക് ആരുമില്ല എന്നൊക്കെ നമ്മുടെ കുരങ്ങച്ചൻ പറയുവേ. അത് കേട്ടപ്പോഴത്തേക്കും മുതല പറയും, എന്നാ ഞാൻ നിന്നെ കൊണ്ടുപോവാം. അപ്പൊ ഒരു കുരങ്ങച്ചനൊരു സംശയം വരുവേ, എങ്ങനെയാ നമ്മൾ അക്കരെ കടക്കുക? അക്കരെ കടക്കാനായിട്ട് ഒരു വഴിയും ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മുതല പറഞ്ഞത്, അതിനെന്താ, നീ എന്റെ മുതുകത്ത് കയറി പിടിച്ചിരുന്നോളാം, ഞാൻ നിന്നെയും കൊണ്ട് നദിക്കരയിലൂടെ നീന്തി അങ്ങ് പോവാന്ന് പറയും. അങ്ങനെ കുരങ്ങച്ചന് സന്തോഷം. ആദ്യമായിട്ടാണല്ലോ നദിയിൽ കൂടെ അങ്ങനെ യാത്ര പോകുന്നത്. അങ്ങനെ നദിയിൽ കൂടെ യാത്ര പോവാന്ന് ഓർക്കുമ്പോഴത്തേക്കും കുരങ്ങച്ചന് ഭയങ്കര സന്തോഷാകുവേ. കുരങ്ങൻ പെട്ടെന്ന് തന്നെ ചാടി നമ്മുടെ മുതലയുടെ പുറത്ത് കയറി പോകും കേട്ടോ. അങ്ങനെ ഇവരുണ്ടല്ലോടാ മുതല ഇങ്ങനെ നീന്തി കൊണ്ടുപോകുമായിരിക്കും. നമ്മുടെ മുതലയുടെ മുതുകത്ത് കുരങ്ങച്ചൻ ഇരുന്നിട്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുതല ഒരു കാര്യം പറയുന്നത്. അത് കേട്ടപ്പോഴത്തേക്കും കുരങ്ങച്ചൻ ആകെ പേടിച്ചു പോയി. എന്ത് കാര്യം പറഞ്ഞെന്നറിയോ? കുരങ്ങൻ പറയുവാണ്, എന്റെ ഭാര്യക്ക് കുരങ്ങിന്റെ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കുരങ്ങിന്റെ ഇറച്ചിയല്ല കുരങ്ങന്റെ ഹൃദയം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. അയ്യോ, അത് കേട്ടപ്പോഴത്തേക്ക് കുരങ്ങച്ചനുണ്ടല്ലോ ആകെ ടെൻഷനാവും.
ദുഷ്ടനായിട്ടുള്ള മുതലയാണല്ലേ ഇത്. സ്വന്തം കൂട്ടുകാരനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചതിക്കുഴിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ നമ്മുടെ കുരങ്ങച്ചന് അതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ കുരങ്ങന് ഭയങ്കര ടെൻഷനാവും. എന്താ ചെയ്യാ, ഞാൻ രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുരങ്ങച്ചന് പെട്ടെന്നൊരു ബുദ്ധി വന്നു കേട്ടോ. അപ്പൊ കുരങ്ങച്ചൻ എന്ത് ചെയ്തെന്നറിയോ? അയ്യോ, ഹൃദയം എടുക്കാനായിരുന്നുവെങ്കില് എന്റെ ഹൃദയം ഉണ്ടല്ലോ, മുതലയോടാണ് കേട്ടോ പറയുന്നത്. എന്റെ ഹൃദയം ഞാന് അത്തിമരത്തിന്റെ പൊത്തില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരുവായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. അങ്ങനെ മരത്തിന്റെ പൊത്തിലാണ് ഹൃദയം സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തു തരുവായിരുന്നല്ലോ എന്ന് നമ്മുടെ കുരങ്ങച്ചനൊരു നമ്പറൊക്കെ ഇട്ട് നോക്കി. അപ്പത്തേക്കുണ്ടല്ലോടാ അതങ്ങോട്ട് ഏറ്റു. മണ്ടനായ മുതല അത് വിശ്വസിച്ചു. അപ്പൊ മുതല പറഞ്ഞു, അയ്യോ എങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ നദിക്കരയിന്ന് തിരിച്ചു വരെ നീന്താൻ തുടങ്ങി, അത്തിമരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അങ്ങനെ നീന്തി നീന്തി അത്തിമരത്തിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ കുരങ്ങച്ചൻ ചാടി അത്തിമരത്തിന്റെ മേളിൽ കയറി. അപ്പൊ നമ്മുടെ കുരങ്ങച്ചൻ ഒന്നും മിണ്ടാതെ അത്തിമരത്തിൽ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. അപ്പൊ മുതല വിചാരിച്ചു ഇപ്പൊ ഹൃദയവും എടുത്തുകൊണ്ട് ഇപ്പൊ തന്നെ വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കുവാണേ. അപ്പൊ പെട്ടെന്ന് തന്നെ കുരങ്ങച്ചന് ദേഷ്യം വന്നു. എടാ ദുഷ്ടനായ മുതലേ, നീ എന്നെ ചതിക്കാനായിരുന്നല്ലേ കൊണ്ടുപോയത്? ഇത്രയും നല്ലൊരു സുഹൃത്തായിരുന്നു നീ എനിക്ക്. നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നമ്മുടെ കുരങ്ങച്ചൻ പറയും കേട്ടോ. അയ്യോ, അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മുതല ആകെ നാണിച്ച് ഇതാവും. അങ്ങനെ ചതിയനായ മുതല നാണിച്ച് തല താഴ്ത്തി ഭാര്യയുടെ അടുത്തേക്ക് നീന്തി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എന്താ ഇതിൽ കൂടെ മനസ്സിലായിട്ടുള്ളത്? നമ്മള് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നല്ല കൂട്ടുകാരെ മാത്രം നോക്കി തെരഞ്ഞെടുക്കുക. ചതിക്കുന്ന ആരുടെയും കൂട്ടത്തിൽ നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല, അല്ലേ? കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.